ഹായ് ഗൈസ്, ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള റെസിപ്പികളിൽ വെച്ച് ഏറ്റവും എന്നെ സങ്കടപ്പെടുത്തിയൊരു സാധനമാണിത്. ഞാൻ ഉണ്ടാക്കിയതിൽ നല്ല ഫ്ലോപ്പായ സാധനം. പക്ഷെ ഞാനിത് നിങ്ങൾക്ക് എൻ്റെ പിഴവ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വൃത്തിയിൽ ഉണ്ടാക്കേണ്ടത് പറഞ്ഞുതരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ബൗളിൽ 3 മുട്ട എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ മുഴുവനായിട്ട് പാലെടുത്ത് ഒഴിച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇനിയാണ് നമ്മൾ മിസ്റ്റേക്ക് വന്നത്. അതായത് നമ്മൾ അതേ അളവിൽ അതേ ഗ്ലാസ്സിൽ മുഴുവൻ ആയിട്ട് കോൺഫ്ലോർ എടുത്ത്, അത്രയും കോൺഫ്ലോർ വേണ്ട, ഈ അളവിന് അതിൻ്റെ ഒരു പകുതി കോൺഫ്ലോർ മതി. അപ്പോൾ നമ്മളത് മുഴുവനായിട്ട് ഇട്ടപ്പോൾ ആകെപ്പാടെ അത് കട്ട പിടിച്ച് നല്ല സ്മൂത്തായി വരേണ്ട സാധനം ആകെ കിടന്നുണ്ട് കട്ട പോലെയായി. കാരണം അത്രയും കോൺഫ്ലോർ അതിൽ കൂടി. പോരാത്തിന് എനിക്ക് അതിൻ്റെ സ്മെല്ലും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഇനി ഇതൊക്കെ റെഡി ആയാലും, ഈ കട്ട പിടിക്കലൊക്കെ റെഡി ആയാലും ആ സ്മെല്ല് അതന്നെ ആയിരിക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് പിന്നെ ആ ഫുഡ് ഞാൻ എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വരെ ഞാൻ ചിന്തിച്ച്. അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് കോൺഫ്ലോർ ഇത്രയും ഇടാതെ ശ്രദ്ധിക്കുക. പിന്നെ സ്മെല്ലൊക്കെ നിങ്ങൾക്ക് എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി എനിക്ക് ബാക്കി പറയാനുള്ളതൊക്കെ ഒന്ന് കേൾക്കാം. നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിൽ വെച്ച് ഏറ്റവും എനിക്ക് പാളിപ്പോയൊരു റെസിപ്പി വീഡിയോ ആണിത്. കാരണം എനിക്ക് മുട്ട വെച്ച്, അതായത് എഗ്ഗ് വെച്ച് എന്തുണ്ടാക്കിയാലും ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എനിക്കിതിൻ്റെ സ്മെല്ല് തീരെ പറ്റാതെയായി. അത്രയ്ക്ക് ഞാൻ ഉണ്ടാക്കിയാൽ ഫ്ലോപ്പായി. പക്ഷെ എന്താണ് എൻ്റെ ഉണ്ടായ മിസ്റ്റേക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സ്മെല്ല് പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് തന്നെ ഞാൻ അളവെടുത്തതിലൊക്കെയുള്ള മിസ്റ്റേക്കാണ്. പക്ഷെ അളവൊക്കെ എടുത്ത് ഇത് ശരിയായാലും ഇതിൻ്റെ ടെക്സ്ചർ ശരിയാവും. പക്ഷെ ഈ സ്മെല്ല് അത് തീരെ പറ്റുന്നില്ല. 3 മുട്ടയാണ് വേസ്റ്റായത്. എൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ എന്തായാലും ഓടിക്കും. അത്രയും ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ഫ്ലോപ്പായ സാധാരണ. ടെക്സ്ചറൊക്കെ ഫ്ലോപ്പായാലും നമുക്ക് കഴിച്ച് നോക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ എനിക്ക് കുറേ സംഭവിച്ചിട്ടുണ്ട്. ടെക്സ്ചർ ഇങ്ങനെ ഒരു മന്ദഗതിയിലായാലും ടേസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, കഴിക്കാം. പക്ഷെ ഇത് അടുപ്പിക്കാൻ പറ്റുന്നില്ല. അത്രയും സ്മെല്ല് എനിക്ക് ബുദ്ധിമുട്ടാക്കുന്നൊരു സ്മെല്ല്. സാരില്ല. അപ്പോൾ ഇനി മുതൽ എഗ്ഗിൻ്റെ സീരീസ് വീഡിയോ ഇടുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, കുറച്ചും കൂടി സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൂടുതൽ നോക്കാം. കാരണം എനിക്ക് ഈ ബേക്കിംഗ്, അതായത് നമ്മളുടെ ഈ കേക്കും സാധനങ്ങളും അതുപോലെ പുഡിങ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ ബാക്കിയുള്ള സാധനങ്ങൾ അപേക്ഷിച്ചിട്ട് അത്ര അറിയില്ല. അപ്പോൾ നമുക്ക് കൂടുതലും സാധാ എരിവുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് പതുക്കെ നമുക്ക് ഇതൊക്കെ ശരിയാക്കാം.